തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് അന്വേഷണത്തിന് ശേഷം നോട്ടീസ് നൽകാൻ പോവുകയാണ്. നോട്ടീസ് നൽകി, പ്രതീക്ഷിച്ചതാണ്. കാലതാമസം വന്നു എന്നേ ഉള്ളൂ, പക്ഷേ പ്രതീക്ഷിച്ചതാണ്. ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നടപടി പ്രതീക്ഷിച്ചതാണ്. കാരണം ആ സമയത്ത് ജനങ്ങളുടെ പിന്തുണ അത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന് അനുകൂലമായിരുന്നു. പിന്നെ അതേ സമയത്ത് തന്നെ കേരളത്തിലെ ചികിത്സാ സംവിധാനം വളരെ ഭംഗിയുള്ളതാണ്, വളരെ മികവുറ്റതാണ്. പണക്കാർ പോലും കൊതിച്ചു പോകുന്ന ചികിത്സാ സൗകര്യങ്ങളാണ് ഗവൺമെൻറ് ആശുപത്രിയിലുള്ളത് എന്ന് പറഞ്ഞ് നാക്ക് വായിലിടുന്നതിന് മുമ്പ് അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോയ സമയത്തൊരു നടപടിയെടുക്കുന്നത് മോശമാണ്. കാരണം ഒന്നാമത് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഏത് സാധാരണക്കാർക്കും മനസ്സിലാവും ഇവിടെ എന്തോ കുഴപ്പമുണ്ട് ചികിത്സയ്ക്ക്. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം അമേരിക്കയ്ക്ക് പോയത്. അപ്പോൾ ആ സമയത്ത് ഒരു നടപടി എടുക്കുന്നത് ഇമേജിനെ ബാധിക്കും. അത് കൊണ്ട് കുറച്ച് വൈകി. ഉടൻ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കെട്ടിടം പൊളിഞ്ഞു വീണ് ഒരു വീട്ടമ്മ മരിച്ചു. ഈ സമയത്ത് ഒരു നടപടി എടുക്കുന്നത് മോശമാണ്. കുറച്ച് വൈകിപ്പിക്കുന്നതിൽ തെറ്റില്ല. എന്നിട്ട് ആ മന്ത്രി, ആരോഗ്യമന്ത്രി ഉളുപ്പില്ലാതെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയാണ്, ഓക്കെ നോട്ടീസ് കൊടുക്കൂ, സ്വാഭാവികം. പക്ഷേ അടുത്ത എടുക്കാൻ പോകുന്ന നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ വസ്തുതകൾ, അതായത് ഈ റിപ്പോർട്ടിൽ, ഇദ്ദേഹത്തിനെതിരെ സമർപ്പിച്ച റിപ്പോർട്ടിൽ അവിടെ നിന്ന് വിലപിടിപ്പുള്ള, അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു ഉപകരണം മോഷണം പോയി. എന്നോടോപ്പ ഒരു ഉപകരണം മോഷണം പോയി. അതുകൊണ്ട് ഒരു നടപടി, അതും മോഷണക്കുറ്റമായിരിക്കും വരാൻ പോകുന്ന നടപടി. എന്ത് ഉളുപ്പില്ലായ്മയാണ് എന്നാണ്, എന്ത് ഉളുപ്പില്ലായ്മയാണ്. ഒരു മന്ത്രി, അത് ഒരു ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ദുരന്തം വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുകയാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു ഉപകരണം മോഷണം പോയെന്ന്. അതാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കുറ്റം കൂടെ ഈ മനുഷ്യൻ്റെ തലയിൽ വെക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു സോളിഡ് കാരണം വേണമല്ലോ. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സാധനം മോഷണം പോയത് എന്ത് ഉളുപ്പില്ലായ്മയാണ്. സ്വന്തം കഴിവുകേട്. ഒരു വീട്ടമ്മ മരിച്ചു, ഒരു വീട്ടമ്മ കെട്ടിടം പൊളിഞ്ഞു വീണ്, ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണൊരു വീട്ടമ്മ മരിച്ചു. അതിന് ന്യായീകരണമില്ല, അതിന് അന്വേഷണ കമ്മിറ്റിയില്ല, അതിന് നോട്ടീസില്ല. അന്വേഷിച്ചത് ആരാണ്? ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ കളക്ടർ ആയിക്കോട്ടെ. ഇവരൊക്കെ ഒരു മന്ത്രിയെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. അതിനൊന്നും ന്യായീകരണമില്ല. എന്നിട്ട് ഈ ഡോക്ടർ ന്യായീകരണം ചോദിക്കുകയും ഒരു കുറ്റം ചാർത്താൻ പോകുന്നത് എന്താണ്? മോഷണം. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, പരോക്ഷമായിട്ട് പറയണം, അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു വിലപിടിപ്പുള്ള ഉപകരണം മോഷണം പോയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തൂക്കിക്കൊല്ലണം സാർ. ആ മോഷണ കുറ്റം കൂടെ ചേർത്ത് നിങ്ങൾ മന്ത്രിമാരെല്ലാം കൂടെ ചേർന്ന് ആ മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഇതിലും വലിയ ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കാനില്ല. സമൂഹത്തിൻ്റെ മുന്നിൽ ആ മനുഷ്യൻ ഇറങ്ങിപ്പോയത്, ക്യാമറയുടെ മുന്നിൽ നിന്ന് ആ മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നതേ കൊള്ളുന്നത് ജനങ്ങളാ. വിവേകവും വിദ്യാഭ്യാസമുള്ള ജനങ്ങളുടെ നെഞ്ചിലാണ് കൊണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളി കണ്ണുനീര്. അത് കാണാൻ ഇവിടുത്തെ നിങ്ങൾക്ക്, ഈ ഭരണകൂടത്തിന് കഴിഞ്ഞില്ലെങ്കിലേ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഇസത്തിന്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ ഇസത്തിനുണ്ടല്ലോ, പൊതുജനങ്ങൾ ഭാരതത്തിലൂടെ പ്രതികരിക്കട്ടെ. അത്രേ പറയാനുള്ളൂ. അവർക്കതേ കഴിയുള്ളൂ.